Good afternoon. Good afternoon, ma'am. Afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Okay, ആരാ prayer പാടുന്നത്? ഞാൻ ചെയ്യാം മാം. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനു തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. നമ്മൾ പാഴുമാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഓക്കെ മാം. Okay, sign in. സൈനിങ് ഞാനാണ് മാം ദീപ്തി. ഞാൻ ഒരു സ്റ്റോറിയാണ്. പറഞ്ഞോളൂ. Never depend on excuses. Once there was a boy named Christopher. He had a bad habit of lying and making excuses. He never made any effort to study his lessons. It was exam time and all the children were preparing for the exam, but Christopher was just wasting his time. Christopher thought he will copy from his friends and clear the exam. As luck would have it, Christopher was made to sit alone and write the exam. Now Christopher was blank and he did not know what to write. His face turned pale. Seeing his the teacher called him and advised him to prepare well for the upcoming examination. Christopher reformed himself and started studying well to perform well. Moral had and make efforts. Thank you, ma'am. Okay. ഞാനാ thought ആരാ? Thought of the Nana, ma'am. Roshna. Times change, we need to change as well. Nelson Mandela. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എത്ര വരെയായിരുന്നു? മെന്റൽ റിട്ടാർഡഡ് ചിൽഡ്രൻ അത് വായിച്ചു പറഞ്ഞില്ല, ബാക്കി പറഞ്ഞായിരുന്നു. ഓക്കെ. ഈ പാരഗ്രാഫ് ഞാൻ വായിച്ചിട്ടില്ല അല്ലെ? മെന്റൽ റിട്ടാർഡ് ചിൽഡ്രൻ. ഇനി അതിന്റെ അടിയിലത്തെ പോയിന്റ്സ് ആണോ പറയാനുള്ളത്? പോയിന്റ്സ്. പോയിന്റ്സ് അല്ലെ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മെന്റൽ റിട്ടാർഡഡ് ചിൽഡ്രൻ ആയിരുന്നു അല്ലെ? എന്താണ് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികള്. അവരെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ആരെങ്കിലും ഒരാൾ പറയാൻ പറ്റുമോ? ഒരാൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്, സ്ട്രാറ്റജീസ് എന്തൊക്കെ നമുക്ക് നൽകാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എടുത്തത് അല്ലെ? ഒരാള് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും? പറയാം മാം. കഴിഞ്ഞ ക്ലാസ്സിൽ മെന്റൽ റിട്ടാർഡ് ചിൽഡ്രൻ ആയിരുന്നു പഠിച്ചത്. അവരെ കുറിച്ച്, അതായത് പഠിക്കുവാനും ചിന്തിക്കുവാനും ദൈനംദിന ജീവിതവുമായി പൊരുത്തപ്പെടുവാനുമുള്ള കഴിവിനെ ബാധിക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള ഒരു വൈകല്യമാണ് ഈ മെന്റൽ റിട്ടാർഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അവരുടെ ക്യാരക്ടറിസ്റ്റിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, കമ്മ്യൂണിക്കേഷൻ ചലഞ്ചസ്, സോഷ്യൽ സ്ട്രഗിൾസ്, അഡാപ്റ്റീവ് ബിഹേവിയർ, നീഡിങ് ഡെയിലി ടാസ്ക്.
പ്രോബ്ലംസ്, കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ്, സ്ലോ ലേണിംഗ് പേസ്, ഡിഫിക്കൽട്ടി വിത്ത് മെമ്മറി ആൻഡ് അറ്റൻഷൻ, ഡിഫിക്കൽട്ടി വിത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഡിഫിക്കൽട്ടി വിത്ത് സെൽഫ് കെയർ. അതായത് ഡ്രസ്സിങ് ചെയ്യാൻ, നീറ്റ് ചെയ്യാൻ, ബ്രഷിങ്, ബാത്തിങ്, അതൊക്കെ. പിന്നെ സ്ട്രാറ്റജീസ്: യൂസ് വിഷ്വൽ എയ്ഡ്സ്, പ്രൊവൈഡ് ക്ലിയർ ആൻഡ് കൺസൈസ് ഇൻസ്ട്രക്ഷൻസ്, പ്രൊമോട്ട് ഇൻഡിപെൻഡൻസ്, എൻകറേജ് സോഷ്യൽ ഇന്ററാക്ഷൻസ്. ഇത്രയായിരുന്നു പറഞ്ഞത്. ഓക്കെ, ഈ നെക്സ്റ്റ് ഭാഗം നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് 4 പോയിന്റ്സ് പറയാനുള്ളൂ. ഇനി അതിന്റെ അതിലത്തെ 4 പോയിന്റ്സ് നോക്കി. ഫസ്റ്റ് വൺ, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. എന്താണ് ഇക്വാളിറ്റി എന്ന് പറഞ്ഞാല്? സമത്വം, ഓപ്പർച്യൂണിറ്റി എന്താ? അവസരങ്ങൾ. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം നമ്മൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. A group of mentally retarded children may differ in their sequential age. Some of them are older than others, but they are to be grouped together so as to avail equal opportunity for education and treatment. So if they are grown up physically, their mental age is very low. എന്താണ് ഇങ്ങനെയുള്ള കുട്ടികൾ അല്ലെ? എക്സാമ്പിൾ മിസ് പറഞ്ഞില്ലേ, മിസ് പോയിട്ട് വിസിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടെ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അങ്ങനെയുള്ള പറഞ്ഞിരുന്നല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികള് ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞുമക്കളെ പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പേര്, അല്ലെങ്കിൽ എവിടെ നിന്നാ വരുന്നത്, നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. 1 മിനിറ്റോ 2 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ചിലവരെന്താണ് ചിലപ്പോൾ ഓടിപ്പോവും. നമ്മളിവിടെ പ്രോഗ്രാംസ് ഒക്കെ കുട്ടികളെ കൊണ്ടാണ് പോയത്. ഞാൻ പറഞ്ഞില്ലേ, കാറ്റഗറിസം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടാണ് പോയത്. അപ്പൊ അവർക്കും ഒരു ബോധ്യപ്പെടുത്താനായിട്ടാണ് ഇങ്ങനെയുള്ള മക്കളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അനുഭവിക്കുന്ന കുഞ്ഞുമക്കളുണ്ട്, അല്ലെങ്കിൽ എന്താണ് വലിയവരുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, അവരെ ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോ ഇവര് കുറച്ച് പ്രോഗ്രാംസുകൾ, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്യുമ്പോഴും അവരെ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെ വട്ടത്തിൽ ഇരുത്തിയിട്ട് അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഇവര് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ചിലവര് ഓടിപ്പോവാ, ചിലവര് ഒച്ച ഉണ്ടാക്കുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ വലിയവരാണ് ഇത് ഈ മെന്റൽ റിട്ടേർഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാല്. അവരുടെ പ്രായം എന്ന് പറയുന്നത് എന്തായിരിക്കാം? പ്രായത്തില് ഒരുപോലെ ആയിരിക്കും അവരുടെ പ്രായം എന്ന് പറയുന്നത്? വ്യത്യാസം ഉണ്ടാവും അല്ലെ? ചിലപ്പോ നമ്മളെക്കാട്ടും ഏജ് കൂടുതലുള്ള കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ അവരുടെ ഈ എന്താ പറയാ മെന്റലി ഉള്ള അല്ലെങ്കിൽ മാനസിക പ്രായം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? പറയാൻ പറ്റുമോ? ഏജ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും മാനസിക പ്രായം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? വളരെ കുറവായിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികള് നമ്മൾ പറഞ്ഞു, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികള് പലരുടെയും ഏജില് വ്യത്യാസമുണ്ടെങ്കിലും പലരുടെയും ഏജില് അനുസരിച്ചുള്ള എന്താണ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റും ഒരുപോലെയുള്ള തരത്തിൽ വേണം കൊടുക്കാനായിട്ട്. മനസ്സിലായോ? അവരുടെ ഏജില് വ്യത്യാസം, ചിലപ്പോൾ ഏജ് കൂടാം, പക്ഷെ അവരുടെ മാനസിക പ്രായം എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറുതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും നല്ല രീതിയിലുള്ളൊരു അവസരങ്ങള് അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ട്രീറ്റ്മെന്റും ഒരുപോലെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. കാരണം എന്താണ്? അവരുടെ മാനസിക പ്രായം എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്. The mentally retarded children should be given suitable and proper physical and mental activities so that they may frequently get opportunities to be active or be vigilant. Vigilant എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാഗരൂകമായ. ഓക്കെ, അപ്പോ ഇവർക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കണം അല്ലെ? സ്യൂട്ടബിൾ ആയിട്ടുള്ളതും വളരെ പ്രോപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, മെന്റലി ഫിസിക്കലി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വേണം കൊടുക്കാനായിട്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മെന്റലി ഫിസിക്കലി നമ്മൾ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവര് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കണം എന്ന് പറയാൻ കാരണം? ആക്റ്റീവ് ആയിട്ടിരിക്കാനല്ലേ? അവരെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ടും അതുപോലെ തന്നെ ആ ചെയ്യുന്ന പ്രോസസ്സിൽ അവര് ജാഗരൂകതയോടെ മുന്നേറുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ നല്ല രീതിയിൽ എന്താണ് ജാഗരൂകത പുലർത്തിയിട്ട് അവര് അത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കണം എന്ന് പറയുന്നത്.
മെന്റലി ഫിസിക്കലി ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എപ്പോഴും അവർ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ആയിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിജിലന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് സ്പെഷ്യൽ ക്ലിനിക്സ്. ആസ് ദീസ് ചിൽഡ്രൻ need not any cognitive support but also medical treatment, periodic special clinic may be organized. നമ്മളിപ്പോ ഇവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, കോഗ്നിറ്റീവ് സപ്പോർട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് അത് മാത്രം കൊടുത്താൽ മതിയോ? അല്ലെ, വൈജ്ഞാനിക പിന്തുണ മാത്രമല്ല അവർക്ക് കൊടുക്കേണ്ടത്, കോഗ്നിറ്റീവ് സപ്പോർട്ട് മാത്രമല്ല, അവർക്ക് നല്ലൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കണം അല്ലെ നമ്മള്, ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ രീതിയിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും വേണം. അതെന്ത് വേണം? നമ്മള് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലിനിക്സ് നമ്മൾ ഓർഗനൈസ് ചെയ്യുകയും നമ്മൾ സംഘടിപ്പിക്കുകയും വേണം. മനസ്സിലായോ? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കോഗ്നിറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, എന്നിരുന്നാൽ കൂടി ആ സപ്പോർട്ട് മാത്രം അവർക്ക് കൊടുത്താൽ പോരാ. അവർക്ക് എന്താണ്, അതനുസരിച്ചുള്ള അവരുടെ അസുഖത്തിനനുസരിച്ചുള്ള രീതിയിൽ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ടും അതുപോലെ അവരെ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, മെഡിക്കൽ ട്രീറ്റ്മെന്റും അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലിനിക്കുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യണം. ഇനി എന്താണ്? ഫീലിംഗ്സ് ടു ബി അവോയ്ഡഡ്. As they are educated in a normal school environment, children have a tendency to fool them or laugh at them. Teachers should see to this and avoid any such attempt because it would psychologically affect them adversely. എന്താ പറയുന്നത്? എന്താ ചെയ്യുന്നത്? എന്താ മനസ്സിലായത്? ഈ പോയിന്റ് പറഞ്ഞപ്പോ ഫീലിംഗ്സ് ഓഫ് ബീയിങ് അവോയ്ഡഡ്. ഇങ്ങനെയുള്ള കുട്ടികൾ അല്ലെ, ഇങ്ങനെയുള്ള കുട്ടികൾ നോർമൽ സ്കൂളിലൊക്കെ വരുമ്പോ, നോർമൽ സ്കൂളുകളിലെ കൂടിയൊക്കെ എന്താണ് സോഷ്യലൈസ് ചെയ്യപ്പെടുമ്പോ അവരെന്താണ് കളിയാക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെ ഉണ്ടാവാറുണ്ട്, ഇല്ലേ? ആണോ? എന്നെ കൂടി +2 പഠിച്ച ഒരു കുട്ടി, ആൺകുട്ടിയാണ്. അപ്പൊ അവന് ഞാൻ പറഞ്ഞിട്ടുണ്ടാന്ന് അറിയില്ല ഇവിടെ, എന്താണ് കണ്ണ് കാണാം, അതുപോലെ തന്നെ വർത്താനം പറയില്ല, ചെവിയെ കേൾക്കില്ല. അപ്പൊ അവൻ പറയുന്നത് ചിലപ്പോ ആക്ഷനിലൂടെ ആയിരിക്കാം, ചിലപ്പോ വായ കൊണ്ടൊക്കെ അങ്ങനെ കാണിച്ച്, കൈകൾ കൊണ്ടൊക്കെ അങ്ങനെ കാണിക്കാം. ചിലപ്പോ നമുക്ക് മനസ്സിലായെന്ന് വരില്ല അല്ലെ അവൻ പറയുന്നത് എന്താണ്, മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചില കുട്ടികൾ എന്ത് ചെയ്യും, അവനെ കളിയാക്കും. അപ്പൊ എന്താ സംഭവിക്കാം? കളിയാക്കുമ്പോ മാനസികമായ വിഷമം ഉണ്ടാവും, വിഷമം വരും അല്ലെ. എനിക്ക് അവനെ പോലെ പറയാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് മാനസികമായിട്ട് അവരെന്താണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടീച്ചർമാര് കാണുകയാണെങ്കിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് ആ പോയിന്റ്സിൽ പറയുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു പാരഗ്രാഫും കൂടി ഉണ്ട്. വെൽഫെയർ സർവീസ് ഫോർ നോർമൽ ചിൽഡ്രൻ. Although special care is to be given to the underperforming and disabled children, and compensatory educational program are to be imagined for the normal children to require special care for their development. In Montessori education, this is fulfilled through individual attention. എന്താണ് നമ്മള് ഈ ഇങ്ങനെയുള്ള മെന്റൽ ഡിസേബിൾഡ് ചിൽഡ്രൻ, അതുപോലെ തന്നെ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ചിൽഡ്രനൊക്കെ നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്? സ്പെഷ്യൽ കെയറിങ് കൊടുക്കും അല്ലെ നമ്മള്. അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കുട്ടികളെ നമ്മുടെ എന്താണ് സ്കൂളിലൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഇവരെ കൂടി എന്തുണ്ടാവും? നോർമൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെ. അവർക്ക് നമ്മൾ കെയർ കൊടുക്കണോ? എന്താണ് അഭിപ്രായം? കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണോ നോർമൽ ആയിട്ടുള്ള സ്റ്റുഡൻസിനും? വേണം. കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ എന്താണ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കായാലും അതുപോലെ തന്നെ
എന്താണ് മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രനിലും നമ്മൾ കെയർ കൊടുക്കുന്നത് പോലെ, സ്പെഷ്യൽ കെയറുകൾ കൊടുക്കുന്നത് പോലെ നമ്മുടെ നോർമൽ ചിൽഡ്രൻസിനും എന്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്? ഇങ്ങനെയുള്ള സ്പെഷ്യൽ കെയറുകൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. മോണ്ടിസോറിയില് ഇൻഡിവിജ്വൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെന്റൽ റിട്ടാർഡഡ് ചിൽഡ്രനിൽ പഠിക്കുന്നത് കേട്ടോ. സെയിം ഭാഗങ്ങളുള്ളൂ. ഓക്കെ, നമ്മളിവിടെ പഠിച്ചത് നമ്മൾ എന്തൊക്കെയായിരുന്നു? വിഷ്വൽ ഇമ്പയർമെന്റ് അല്ലേ? ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്, ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്, അതുപോലെ ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്, മെന്റൽ റിട്ടാർഡഡ് ചിൽഡ്രൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടില് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പഠിച്ചല്ലേ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചൈൽഡ് വെൽഫെയറിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ ഈ പാഠഭാഗം? ഓക്കെ ആണ്. ഓക്കെ, ഇനി മിസ് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാം. നെക്സ്റ്റ് ക്ലാസ് മിസ് നെക്സ്റ്റ് ദിവസം എടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം. ഇനി ഒരു ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനായിട്ട്. എല്ലാവരും തയ്യാറാണോ? യെസ് മാം. ഓക്കെ, നമുക്കൊരു ഡിബേറ്റ് നടത്തിയാലോ? ഡിബേറ്റ് എന്താ? സംവാദം. ഓക്കെ ആണ്. ഓക്കെ, അമ്പിളിയൊക്കെ റെഡി ആണെന്നാണ് പറയുന്നത്. അപ്പോ മിസ് വിഷയം തരാം. ഓക്കെ, എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ മിസ് വായിക്കാം. ഇൻ ചിൽഡ്രൻ discipline start from school or family. ചിൽഡ്രൻസിന് കിട്ടുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നാണോ അവര് പഠിക്കുന്നത്? മനസ്സിലായോ ടോപ്പിക് എന്താണെന്ന്? ചിൽഡ്രൻസിന് അല്ലെങ്കിൽ ചിൽഡ്രൻസ് പഠിക്കുന്ന ഡിസിപ്ലിൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫാമിലിയിൽ നിന്നാണോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നാണോ? ഓക്കെ, പകുതി ആൾക്കാര് ഫാമിലി, പകുതി ആൾക്കാര് സ്കൂള് എടുക്കണം. ക്ലിയർ ആയോ? ആരൊക്കെയാണ് സ്കൂള് പറയുന്നത്? ക്ലിയർ ആയില്ല മാമന്, പറയാവോ? ഓക്കെ, ചിൽഡ്രൻസ് ഡിസിപ്ലിൻ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണോ അല്ലെങ്കിൽ വീടുകളിൽ നിന്നാണോ അവരുടെ ഫാമിലിയിൽ നിന്നാണോ? അതാണ് ടോപ്പിക്. ടോപ്പിക്ക് മനസ്സിലായി. ഓക്കെ, ടോപ്പിക് മനസ്സിലായി. ഇനി ആരൊക്കെയാണ് സ്കൂളും പറയുന്നത്, സ്കൂള് പറയുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഫാമിലിയെ പറയുന്നത്? ഞാൻ ഫാമിലി. ഓക്കെ, എനിക്ക് ഫാമിലിയാണ്. അമ്പിളി സ്കൂള്. ഇനി അമ്പിളിയുടെ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട്? സബീന ഫാമിലി. ഫാമിലിയാണ്. നിത്യയുടെ ഗ്രൂപ്പിലാണ് അല്ലെ? ഓക്കെ, ഞാനും ഫാമിലിയാണ്. ഞാനും ഫാമിലി. നിഷ. ഞാനും ഫാമിലിയാണ്. അമ്പിളിയുടെ ഗ്രൂപ്പിൽ ആരെയും നമ്മൾ ഒറ്റക്കുള്ള? ഞാനുണ്ട്. ഇല്ല ഞാനുണ്ട്. ഞാൻ സ്കൂളിലാണ്. ഓക്കെ ഓക്കെ, ഇത്രയും മതിയല്ലേ അമ്പിളി? നമുക്ക് മതി. ഓക്കെ, അപ്പൊ 2 മിനിറ്റ് സമയം തരാം. പറയേണ്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോളൂ. നിത്യയോ അല്ലെങ്കിൽ അമ്പിളിയോ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോ? ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ കൂടെ ഇങ്ങനെ പറഞ്ഞോളൂ പോയിന്റ്സുകൾ. ഡിബേറ്റ് ആണോ നമ്മൾ നടത്തുന്നത്? ഞാൻ പറയട്ടെ. ഫാമിലി ആട്ടോ. ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ. ആര് പറയണത്? ഞാൻ തന്നെ പറയാം. കേക്കണ്ടോ? ഞാൻ ഓഫീസിലാണ്. അതാണ് എനിക്ക്. പിന്നെ നമ്മളിപ്പോ ഒരു കുട്ടി ജനിച്ച് വീഴുന്നത് എന്തായാലും മാതാപിതാക്കളുടെ കയ്യിലോട്ടായിരിക്കുമല്ലോ. ഒരു 4 വയസ്സ് വരെ അല്ലെങ്കിൽ 3.5 വയസ്സ് വരെ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണോ അതായിരിക്കും ആ കുട്ടി കാണിക്കുന്നത് അല്ലേ? അപ്പൊ സ്കൂളില് എന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂളിൽ അതിന് ശേഷമാണ് എന്തായാലും ചേർക്കുന്നത്. എന്റെ വീട്ടിൽ ഞാൻ പെരുമാറുന്നത് എങ്ങനെയാണോ അത് കണ്ടായിരിക്കും ആ കുട്ടി വളരുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയായിരിക്കും അവരുടേത് കൂടുതലും
ഉപയോഗിക്കുന്നത്. അതായത് എന്റെ വീട്ടിൽ വഴക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ സാഹചര്യം ആയിരിക്കും ചിലപ്പോൾ കണ്ട് വളരുന്നത്. പക്ഷെ എന്റെ വീട്ടിൽ പെരുമാറുന്നത് എങ്ങനെയാണോ അതനുസരിച്ചിട്ടായിരിക്കും അവളുടെ വളർച്ചയുടെ ഒരു കാലഘട്ടം വരുന്നത്. നമ്മള് എന്താണോ ചെയ്യുന്നത് നമ്മളുടെ പേരൻസിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഇപ്പൊ ഞാനാണെങ്കിലും വളർന്നു വരുന്നത് സാഹചര്യം അങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ സ്കൂളിൽ കിട്ടണമെന്ന് വെച്ചാല് നമ്മൾ ചേർത്തു, അത് കഴിഞ്ഞിട്ടായിരിക്കും സ്കൂളിലേക്കുള്ള ജീവിതം വരുന്നത്. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞേട്ടാ, ഇങ്ങനെ പറഞ്ഞ സംഭവം എതിർക്കാനുണ്ടെങ്കിൽ എതിർത്ത് പറയാ. ആരും ഞാൻ പക്ഷെ കുട്ടികള് നമ്മള് 3-3.5 വയസ്സ് കഴിഞ്ഞാൽ നമ്മള് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കും. അപ്പൊ നമ്മൾ ആക്കും. പക്ഷെ കുട്ടികൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അവർ അവിടെ സ്പെൻഡ് അല്ല ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടാണ്ട്. ഇല്ല, നമ്മൾ കൂടുതലും കുട്ടികള് ഇടപഴകുന്നത് അവരുടെ പ്രായത്തിലുള്ള കുട്ടികളായിട്ടും പിന്നെ മുതിർന്ന ടീച്ചേഴ്സ് ഓരോ പ്രായത്തിലെ ടീച്ചേഴ്സ് അവരായിട്ടാണ് കുട്ടികൾ ഇടപഴകുന്നത്. അപ്പൊ അവർ ഓരോരുത്തരും ചെയ്യുന്നത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അത് ഓരോരുത്തരും ഓരോ രീതിയിലാവും ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ ഒരു കുട്ടി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇത് വാഷ് ചെയ്യും, പ്ലേറ്റും കുട്ടിയുടെ ക്ലാസ് ഒക്കെ വാഷ് ചെയ്യുന്നത് ഒരു കുട്ടി കാണും. വേറൊരു കുട്ടി അത് ചെയ്യാതെ അത് അങ്ങനെ ക്ലോസ് ചെയ്തിട്ട് വെക്കും. അപ്പൊ ഈ കുട്ടി ഈ രണ്ട് ശീലങ്ങളാണ് ഈ കുട്ടി കാണുന്നത്. അപ്പൊ അങ്ങനെ കൂടുതലും ഈ കുട്ടി മനസ്സിലാക്കേണ്ടത് സ്കൂളിൽ നിന്നാണ്. അപ്പൊ ഇതിൽ ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് കുട്ടികൾ ടീച്ചർ എടുത്ത് സംശയം ചോദിക്കേണ്ട ഒരു അവസരം വരുന്നത് സ്കൂളിലാണ്. അപ്പൊ അത് തിരുത്തി കൊടുക്കേണ്ടത് അധ്യാപകരാണ്. അപ്പൊ അത് ഈ കുട്ടി ഇതിന്റെ കറക്റ്റ് ആയത് പഠിച്ചു വരുന്നത് സ്കൂളിൽ നിന്നാണ്. അത് നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് കുട്ടികൾ മനസ്സിലാക്കുന്നത് സ്കൂളിൽ നിന്നാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് ഫാമിലി ആസ് എ പ്രൈമറി ഇൻഫ്ലുവൻസർ എന്നാ. ഫാമിലിയിൽ നിന്ന് ഇപ്പൊ മുംതാസ് എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞ പോലെ ഫാമിലിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണത് സ്കൂളിൽ ചെന്ന് ഇപ്പൊ സ്കൂളിലാണ് കൂടുതൽ സമയം കുട്ടികൾ ചെലവഴിക്കുന്നത്, ശരിയാണ്. പക്ഷെ സ്കൂളിൽ നിന്നും പല പല ലാംഗ്വേജസ് പല പല കുട്ടികളിൽ നിന്നുള്ള കാര്യങ്ങൾ കുട്ടികൾ വന്ന് വീട്ടിൽ വന്ന് പറയും, ഇന്ന ആൾ ഇന്നത് പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണ. അതൊക്കെ കുറെ കുട്ടികൾ അവരുടെ വീട്ടിൽ സംസാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും പറയണത്. അത് വന്ന് നമ്മുടെ അടുത്ത് ഇപ്പൊ വീട്ടിൽ വന്ന് പറയുകയാണെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം, അവനങ്ങനെ പറഞ്ഞാലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല ഇരുന്ന്. പക്ഷെ നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് തന്നെ ചെന്ന് സ്കൂളിൽ ആവർത്തിക്കും. ഇപ്പൊ സ്കൂളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ അത് കുട്ടികളെല്ലാം അനുകരിക്കണമെന്ന് നിർബന്ധമില്ല. വീട്ടിൽ നമ്മൾ അവർക്കൊരു മാതൃകയായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് വിടുകയാണെങ്കിൽ സ്കൂളിലെ കുട്ടികളുടെ കൂടെ കൂടിയത് കൊണ്ട് അവർ ചീത്തയായി പോകും എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. നമ്മൾ അറിയേണ്ട കാര്യങ്ങളും ഇത് പറയരുത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടൽ, ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നേ പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ ചെന്ന് എത്ര മോശമായ ഒരു കുട്ടിയുടെ കൂടെ ഇടപഴകിയാലും അവരങ്ങനെ ആവാൻ വഴിയില്ലെന്ന് ഞാൻ കരുതുന്നു. അതെ, പക്ഷെ അത് ശരിയാണ്. പക്ഷെ പേരൻസ് നല്ലത് പറഞ്ഞു കൊടുക്കണം. പക്ഷെ കൂടുതലും നമ്മൾ ടീച്ചേഴ്സിന്റെ കിട്ടുന്ന കാര്യമാണ്. ഇപ്പൊ മുതിർന്ന കുട്ടികളാണെങ്കിലും അവർക്ക് നമ്മളിപ്പോ ചെറിയ കുട്ടികളുടെ കാര്യം അല്ലെങ്കിലും മുതിർന്ന കുട്ടികളാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ അത് പേഴ്സണൽ ആയിട്ടും മെന്റലി ആയിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മെന്റലി ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് നന്നാവണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുട്ടി കുറച്ച് ഇതായിട്ട് ബാഡ് ആയിട്ടാണ് ആ കുട്ടി നമ്മൾ ഇങ്ങനെ ഇതാവണം എന്നുണ്ടെങ്കിൽ അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ ടീച്ചേഴ്സ് മാത്രമല്ല, അപ്പൊ ആ ടീച്ചേഴ്സ് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരൊരു കൗൺസിലറെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുത്തിട്ട് അവരെ നന്നാക്കണ കുറെ സമ്പ്രദായങ്ങൾ ഇപ്പൊ സ്കൂളിൽ കാണുന്നുണ്ട്. അപ്പൊ ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കാനും, അതല്ലാതെ നമ്മളിപ്പോ പേരൻസ് അച്ഛനും അമ്മയും മാത്രമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും കുട്ടികളും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരുടെ മാത്രമാണ് ഈ കുട്ടികൾ കാണുന്നത്. ഇതല്ല, അതൊരു ഗ്രൂപ്പായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെ അവർക്ക് ഇങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനും സ്കൂളിലാണ് കൂടുതൽ അതിനെ പറ്റിയിട്ട് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി വേറെ ആൾക്കാർക്ക് പറയാട്ടോ, ഞാൻ മാത്രം ഇങ്ങനെ പറയണ എന്താ, ഇതൊരു സംവാദമാണ്. അപ്പൊ രണ്ടുപേരും അല്പം മുമ്പ് ഒരാൾ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പൊ സ്കൂളിൽ നിന്നും കിട്ടുന്ന ഓരോ പിള്ളേർ ഉപയോഗിക്കുന്ന ബാഡ് വേർഡ്സ്, അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രം അത് പിന്നീട് ആവർത്തിക്കത്തില്ല എന്ന്. പക്ഷെ അത് തെറ്റാ. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഒരാളുമായിട്ട് കൂട്ടുകൂടുമ്പോൾ എന്തായാലും അവരുടെ സ്വഭാവങ്ങളും ബാക്കിയുള്ളതും നമുക്ക് കുറച്ച് എന്തായാലും കിട്ടുമെന്നുള്ളതിനകത്ത് ഉദാഹരണ സഹിതം നമുക്ക് വ്യക്തമാണ്. കാരണം എന്നും ഇവരുമായിട്ട് തന്നെ കൂട്ടുകൂടും. നമ്മൾ എത്ര പറഞ്ഞു അത് ചീത്തയാണോ നല്ലതാണെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് ആ ഒരു വേടോ വാക്കോ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുമായിട്ട് കൂട്ടുകൂടുമ്പോഴത്തേനും അത് കിട്ടിയിരിക്കും.
അത് എത്ര ബാക്കി വെച്ചാലും ആ പിള്ളേരുടെ മനസ്സിൽ അത് എപ്പോഴെങ്കിലും അത് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ദേഷ്യം വരുമ്പോഴോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴോ അവരത് എടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് എൻ്റെ മോൻ എങ്ങനെ ഇത് പഠിച്ചു, അല്ലെങ്കിൽ എൻ്റെ മോൾ ഇത് എങ്ങനെ പഠിച്ചു എന്നുള്ളൊരു ഇത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ എന്തുവാ റിലേറ്റീവ്സിനോടൊക്കെ നിൽക്കുന്ന നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളും ഈ വളർന്നു വരുമ്പോഴത്തേനും അവരും നമ്മൾ ചെയ്യുന്ന രീതികളെ അവരും അത് പിന്തുണയ്ക്കത്തുള്ളൂ. അതായത് അപ്പന്റെ വീട്ടുകാരോടും അമ്മയുടെ വീട്ടുകാരോടും ഓരോരുത്തർക്ക് ഓരോ നമ്മൾ എന്താണോ ഇത് കാണിക്കുന്നത് അത് ഈ കുഞ്ഞുങ്ങളും അവരുടെ മനസ്സിനകത്ത് അത് ഇങ്ങനെ എന്തുവാ ഉറച്ചു നിൽക്കും. അപ്പൊ ആ റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെ നന്നായിട്ട് ഫാമിലിയിൽ നിന്നാണ് അത് പഠിക്കുന്നത്. റിലേഷൻഷിപ്പുമായിട്ട് അതായത് റിലേറ്റീവ്സോട് അല്ലെങ്കിൽ ബന്ധുക്കാരോട് എങ്ങനെ പെരുമാറണമെന്നും അവരെ എങ്ങനെ സ്നേഹിക്കണമെന്നും അവരുടെ കാര്യങ്ങളിൽ എങ്ങനെ ശ്രദ്ധിക്കണമെന്നും അവരോട് സംസാരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ ആരെങ്കിലും ബന്ധുക്കാരെ വീട്ടിൽ വന്നാൽ വീട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കും. അവർ മനുഷ്യർ ഇറങ്ങത്തില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പിള്ളേരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, അവർ വേറെ രീതിയിലാണ്. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക റിലേറ്റീവ്സും ബാക്കിയുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും ബാക്കിയുള്ളതും നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അതനുസരിച്ച് ആ കുഞ്ഞുങ്ങളും നിൽക്കത്തുള്ളൂ. പിന്നെ വിദ്യാഭ്യാസത്തിന് പറയുവാണെങ്കിൽ ഒരു വീട്ടില് ഏതെങ്കിലും ഒരു ഫാമിലിയില് നല്ലപോലെ അവരുടെ അച്ഛനും അമ്മയും പ്രൊഫഷണൽസ് ആണെങ്കിൽ ആ മക്കളും അത് കണ്ട് അതിൽ നിന്ന് കുറച്ച് വരും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗമല്ല, ഒരു എനിക്ക് തോന്നുന്നു ഒരു 70% ആൾക്കാർ ഈ നല്ല വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളുടെ മക്കളായിരിക്കും കൂടുതലായിട്ടും നന്നായിട്ട് പഠിക്കുകയും ബാക്കിയുള്ളതും ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ നല്ല വിദ്യാഭ്യാസം വേണമെന്ന് നിർബന്ധമില്ല പേരൻസിന്. ഇപ്പൊ കുറെ അറിവുള്ളവർ മാത്രമല്ല, ഇപ്പൊ പഴയ കാലങ്ങളിലുള്ളവർക്കൊക്കെ ഒത്തിരി അറിവൊന്നുമില്ല. എന്ന് വെച്ചാൽ അവരുടെ മക്കളെ എല്ലാവരും നല്ല രീതിയിലല്ല വളർന്നു വന്നേന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അറിവ് വേണമെന്നില്ല, മനസ്സിലാക്കി കൊടുക്കാൻ കുട്ടികൾക്ക്. ഞാനതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസിന്റെ മക്കളായിരിക്കും കൂടുതലായിട്ടും ഈ എന്ന് പറഞ്ഞാൽ കൂടുതൽ ശതമാനവും പഠിക്കാനും താല്പര്യവും ബാക്കിയുള്ളതും കാണിക്കുന്ന അങ്ങനെയുള്ള പേരൻസിന്റെ മക്കളായിരിക്കും. കാരണം ആ പേരൻസ് അവരെ കമ്പൽ ചെയ്ത് എനിക്ക് വന്നത് കണ്ടോ, അപ്പം അങ്ങനെ അതുപോലെ തന്നെ നിനക്കും നാളെ ഒറ്റക്കാലിൽ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ ജീവിക്കണമെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലിയോ ബാക്കിയുള്ളത് ഇപ്പോഴേ കഷ്ടപ്പെട്ട് പഠിക്കാൻ ബാക്കിയുള്ളതും പറഞ്ഞു. സാധാരണ കൂലിപ്പണിക്കാരുടെ മക്കളാണെങ്കിൽ ഞാൻ പറഞ്ഞ അത്രയും ഇതാകുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. ഭൂരിഭാഗവും അല്ല. അങ്ങനെയൊന്നുമില്ല കേട്ടോ. കൂലിപ്പണിക്കാരുടെ മക്കളാണ് അല്ലെങ്കിൽ തീരെ ദരിദ്രരായവരുടെ മക്കൾ അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് IAS കിട്ടിയവരും IPS കിട്ടിയവരും ഞാൻ പറഞ്ഞത് 100% കാര്യമല്ല. ഞാൻ കൂടുതലും ആൾക്കാരെ അങ്ങനെയാണെന്നാ പറഞ്ഞത്. കൂടുതലും ആണല്ലോ വിഷയം, അതൊന്ന് വിട്ടുമാറിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല പ്രൊഫഷണൽസിന്റെ മക്കൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ മക്കൾ മാത്രം നല്ല രീതിയിൽ പഠിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഒരിക്കലും അങ്ങനെയില്ല. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ മക്കളും നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിലും വളർന്നു വന്ന നമ്മൾ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഭൂരിഭാഗം പേരുടെ അല്ലാതെ അങ്ങനെ അവര് മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസിന്റെ മക്കളായിരിക്കും. ഭൂരിഭാഗം എന്ന് പറയണ്ട എന്ന് പറഞ്ഞോ മാഡം. നമ്മള് ഹൈജീന്റെ കാര്യമാണല്ലോ പറയണത്. അപ്പൊ ഇപ്പൊ ഹൈജീൻ പറയുന്ന കാര്യം എന്നാണ് ഇപ്പൊ വിട്ടുമാറുകയാണ്. അതുകൊണ്ട് ഞാൻ ഹൈജീന്റെ കാര്യം തന്നെ പറയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടി ഞാൻ കണ്ടതാണ്, ഇപ്പൊ കണ്ട കാര്യമാണ്. ഇപ്പൊ അവരൊക്കെ അത്യാവശ്യം നല്ല അമ്മയും അച്ഛനൊക്കെ ജോലിക്ക് പോണ ഒരു ഫാമിലിയാണ്. അപ്പൊ ഒരു കുട്ടി സാധാ സ്കൂളിലാണ് കേട്ടോ. അപ്പൊ അത് അറിഞ്ഞതാണ്, ഞങ്ങളുടെ ഫാമിലി ഒരു കുട്ടി പറഞ്ഞറിഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ കുട്ടി എല്ലാ കുട്ടികളും നീറ്റായിട്ട് സ്കൂളിലേക്ക് വരും. അപ്പൊ ഈ കുട്ടി മാത്രം മുടിയൊന്നും നേരെ പെൺകുട്ടിയാണ്. അപ്പൊ ഈ കുട്ടി മുടിയൊന്നും നേരെ ചീവി കെട്ടാറുമില്ല. ആ കുട്ടിയുടെ മുടിയിലൊക്കെ അഴുക്ക്, പുറത്തിങ്ങനെ പേൻ അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കുറെ ദിവസം ആ ടീച്ചർ ശ്രദ്ധിച്ചു. പിന്നെ ഒരു ദിവസം ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ടീച്ചർ പറയില്ല. പിന്നെ അങ്ങനെ കുറെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ കണ്ടപ്പോ ആ ടീച്ചർ ഈ പേരൻസിനോട് അത് വിവരം പറഞ്ഞു. ഈ കുട്ടി കുറച്ചിങ്ങനെ ഇത് കുറവുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞയക്കണത് എന്ന് ആ ടീച്ചർ അവരുടെ അടുത്ത് ചോദിച്ചു, ഈ പേരൻസിന്റെ അടുത്ത് ചോദിച്ചു. കാരണം മറ്റു കുട്ടികൾക്ക് ഈ കുട്ടിയോട് ഒരു ഇത് തോന്നും. കാരണം ഇതിങ്ങനെ ഒരു വൃത്തിയില്ലായ്മ കാണുമ്പോൾ ആർക്കായാലും ഇപ്പൊ കുട്ടികൾക്കായാലും ആ കുട്ടിയോട് ഒരു ഇത് തോന്നും. അപ്പൊ അത് ഈ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് പേരൻസ് ആണ്.
അപ്പൊ എല്ലാ പാരന്റ്സും ഒരേപോലെ ആണെന്നല്ല പറയണത്. പക്ഷെ ഇത് കുട്ടികളെ നമ്മൾ നീറ്റായിട്ട് സ്കൂളിലേക്ക് വിടണം എന്നുള്ളത് നമ്മുടെ കടമയാണ്. ജോലിയുണ്ട്, കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിന് സമയം കണ്ടെത്തണം. ഇപ്പൊ അത് നന്നായിട്ട് മുടി ചീന്തിട്ട് കുളിച്ചിട്ടില്ലെങ്കിൽ മുടി നന്നായിട്ട് ചീന്തി കെട്ടിക്കൊടുത്ത് വൃത്തിയായിട്ട് മുഖം അത് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ അറിയും. അപ്പം ഈ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ ഈ കുട്ടി ഒറ്റപ്പെടുകയാണ്. അപ്പൊ ഈ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഒരു നല്ലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കുട്ടി ഇങ്ങനെ ആകുമ്പോൾ അത് ടീച്ചറും ശ്രദ്ധിക്കണ്ടേ, കുട്ടികളും ശ്രദ്ധിക്കണ്ടേ. അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞിട്ടാണ് ഈ ടീച്ചർ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നിട്ട് ഈ ടീച്ചർ പേരൻസ് ആയിട്ട് പറഞ്ഞു എന്താണ് കുട്ടീനെ ഇങ്ങനെ വിടുന്നത് എന്ന്. അപ്പൊ അവർക്ക് സമയമില്ല, അതാണ് സംഭവം. അപ്പൊ വേഗം നേരത്തെ ജോലിക്ക് പോകേണ്ട ആൾക്കാരാണ്. അപ്പൊ ഈ കുട്ടിയെ പെട്ടെന്ന് അങ്ങോട്ട് വിടുകയാണ്. അപ്പൊ ചിലപ്പോ ആ കുട്ടിക്ക് മുടി കെട്ടി വെക്കാനൊന്നും പറ്റണില്ല. എന്നിട്ട് ആ ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് ഈ കുട്ടിക്ക് മുടി കെട്ടി കൊടുക്കാൻ സമയമില്ലെങ്കിൽ ഈ കുട്ടിയുടെ മുടി വെട്ടുക. ഈ കുട്ടിയുടെ മുടി വെട്ടുക, അത്ര ചെറിയ കുട്ടിയല്ലേ. അപ്പൊ ആ കുട്ടിക്ക് മുടി വളർത്തേണ്ട, മുടി ഒറ്റയ്ക്ക് നോക്കാൻ ഒരു പ്രായം വരുമ്പോ ഈ കുട്ടിക്ക് മുടി വളർത്തിയാൽ മതി. അല്ലെങ്കിൽ മുടി വെട്ടിയിട്ട് ക്രോപ്പ് ആക്കിയിട്ട് ബോയ് കട്ട് ആക്കിയിട്ട് ഇടൂ. എന്നാൽ പിന്നെ അത് ബുദ്ധിമുട്ടില്ലല്ലോ, കാണുന്നവർക്കും ബുദ്ധിമുട്ടില്ല, കുട്ടിക്കും ബുദ്ധിമുട്ടില്ല. അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ പേരൻസിനെ ടീച്ചേഴ്സ് ആണ് അത് ബോധവൽക്കരണം കൊടുത്തത്. എന്നിട്ടാണ് ആ കുട്ടീനെ മുടിയൊക്കെ വെട്ടി ശരിയാക്കിയിട്ട് പോയത്. അപ്പോ ഇത് പേരൻസിനെ ഇങ്ങനെ അവരേനെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും ഇതിന്റെ അധ്യാപകരുടെ ഒരു കടമയെന്നല്ല, അവരാണ് അതിന് ശ്രദ്ധയിൽപ്പെടുന്നത്. പല പേരൻസിനും തിരക്ക് കാരണം പല കുട്ടികളും ശ്രദ്ധിക്കാണ്ട ഒരു ഇത് വരുന്നുണ്ട്. ഇത് ഇവിടെ ഉണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഹൈജീന്റെ കാര്യമാണ് പറഞ്ഞത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറയുന്നത് സ്കൂളിൽ നിന്നാണ് കൂടുതൽ, ടീച്ചേഴ്സും ഒക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ പറയണത്. അവർക്കാണ് കൂടുതൽ അറിയാൻ പറ്റും. മാം, ഇപ്പോൾ 3.5 വയസ്സിൽ ഒരു കുട്ടി സ്കൂളിലേക്ക് പോവാണ്. ആ 3.5 വയസ്സിൽ ആ കുട്ടിക്ക് അച്ചടക്ക ശീലങ്ങൾ തുടങ്ങിയിട്ട് മാത്രമേ ഉണ്ടാവൂ. ചെറിയൊരു പ്രാക്ടീസ് ആയിട്ട് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. കുട്ടികൾ പറയേണ്ടടുത്ത് ഇരിക്കുക പോലും ചെയ്യാത്ത സമയത്താണ് നമ്മുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞ് വരുന്നത്. ആ കുട്ടിയെ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് ഇരുത്തി അവനെ അത് പഠിപ്പിച്ച് അവനെ എല്ലാ രീതിയിലും ബോധവൽക്കരിച്ച് നല്ല അച്ചടക്ക സ്വഭാവത്തോടെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഒരു ടീച്ചറാണ്. അപ്പോൾ കുട്ടിയുടെ സ്റ്റാർട്ടിങ് അതിന് ശേഷമാണ്, നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നതിന് ശേഷമാണ് വീട്ടിലുള്ള മാതാപിതാക്കൾ അത് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. സ്കൂളിൽ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്നത്, വീട്ടിൽ നിന്നാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യുന്നതും ടീച്ചേഴ്സാണ്. അതെ അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. പറയാനായിട്ട് ആരുമില്ലേ? ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് 2.5 വയസ്സായ കുട്ടിയുണ്ട്. അവനോട് ദാവീദ് ഒരു മിനിറ്റ് നിത്യ, ഞാൻ പറയട്ടെ. ദാവീദ് അവിടെ ഇരിക്കാൻ പറഞ്ഞ ആ കുട്ടി അവിടെ ഇരിക്കും. കാരണം വെച്ചാൽ അവന്റെ അമ്മ പഠിപ്പിച്ചു കൊടുക്കണം, അത് എടുക്കരുതെന്ന് പറഞ്ഞാൽ അവൻ അത് എടുക്കില്ല. അങ്ങനെയാണ്. അമ്മ 2.5 വയസ്സായ കുട്ടിയാ. അവന് അറിയാൻ പാടില്ലാത്ത വണ്ടികളുടെ പേര്, എല്ലാ വാഹനങ്ങളുടെ പേര് അവനക്കറിയാം. 2.5 വയസ്സായത്. എന്റെ ഹസ്ബൻഡിന്റെ വണ്ടിയുടെ പേര് വരെ അവനക്കറിയാം. ആര് പഠിപ്പിച്ചു മുംതാസ്, അതിപ്പോ ഒരു നാട്ടിൽ ഒരു ദാവീദ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 3 ദാവീദുമാരുണ്ടാവും അല്ലേ? പക്ഷെ നമ്മൾ സ്കൂളിലേക്ക് വന്നതിന് ശേഷം 10ഉം 100ഉം ദാവീദുമാരെ അങ്ങനെ വാർത്തെടുത്തിട്ടാണ് നമ്മൾ വിടുന്നത്. പക്ഷെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവര് ഇതാക്കല്ലേ ചെയ്യണത്. അത് ആ കുട്ടി അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. മനസ്സറിഞ്ഞുള്ള കുട്ടിയാണ്. നമ്മള് കുറെയൊക്കെ നമ്മള് പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നിന്ന് കിട്ടാന്നില്ല, എല്ലാം സ്കൂളിൽ നിന്ന് കിട്ടാന്നില്ല. അല്ല, ഞാൻ മുംതാസിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. നല്ല ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ചീത്ത സ്കൂളിൽ മുംതാസ് കുട്ടിയെ വിടുമോ? അപ്പൊ അതിന്റെ ഒരു വാല്യൂ അതിൽ നിന്ന് തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്കൂള്, അവിടെ ഏത് രീതിയാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്സിൽ തന്നെ നമുക്ക് മനസ്സിലാക്കത്തില്ലേ സ്കൂളിന്റെ അച്ചടക്കം എത്രത്തോളം വേണം, അതിന്റെ നെസസിറ്റി എത്രത്തോളം ആവശ്യമുള്ളതാണെന്ന്. സ്കൂളുകളും അത്യാവശ്യം നല്ല സ്കൂളുകളൊക്കെയാണ്. ഈ പണ്ടത്തെ ഒരു ഇതില്ല. പുതിയ സ്കൂളൊക്കെ എല്ലാം നല്ല ഇതാണ്. ചീത്ത സ്കൂളിലോട്ടൊന്നും ആരും ആക്കൊന്നുമില്ല. വേറൊരു കാര്യം, നമ്മൾ എത്ര കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്താലും അവരത് കേൾക്കണമെന്നില്ല. അതേസമയം ടീച്ചർമാർ പറയുമ്പം അത് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അനുസരിക്കും. എന്റെ ടീച്ചർ പറഞ്ഞത് അങ്ങനെ, മാതാപിതാക്കൾ പറയുന്നതിലും കൂടുതലും മക്കളോട് ടീച്ചർ പറയുമ്പം അത് കൂടുതലും അനുസരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിനെ ശരിക്കും സ്കൂളിലല്ലോ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കേട്ടത്, വീട്ടിൽ നിന്നാണല്ലോ. ഇപ്പൊ വീണ്ടും സ്കൂളായോ? ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിൽക്കും. മാറിയതാണ്. എല്ലാ കാര്യവും അതായത് ഞാൻ പറഞ്ഞത് എനിക്ക് പൊതുവായിട്ട് ഒരാൾ നമ്മുടെ ടീമിലേക്ക് കൂടി അല്ല, കൂടിയതിന്റെ അല്ല ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫാമിലിയും കളയാൻ പറ്റത്തില്ല, സ്കൂളും കളയാൻ പറ്റത്തില്ല. രണ്ടിൽ നിന്നും കുട്ടികൾ പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്.
അപ്പൊ ഒരെണ്ണം മാത്രം കമ്പയർ ചെയ്ത് പറയാൻ പറ്റത്തില്ല. അത് ശരിയാ, രണ്ടും വേണം. രണ്ടും വേണം. സ്കൂളിൽ നമ്മുടെ നിന്ന് കിട്ടുന്ന ഡിബേറ്റിന്റെ കുറെ കൺക്ലൂഷൻ കാര്യങ്ങൾ എന്ന് വീട്ടിൽ പറഞ്ഞാൽ നിന്ന് രണ്ടും കിട്ടത്തില്ല. വേണം എന്നാണ്. ഇപ്പൊ അതാ രണ്ടിന്റെയും പറഞ്ഞത്. പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. അതെ അതെ, സ്കൂളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടണമെന്നില്ല, വീട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല. എന്തായാലും അതിന്റെ ഒരു പ്രിൻസിപ്പൾ കറക്റ്റ് ആയിട്ട് അതിനൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണമെങ്കിൽ സ്കൂളിൽ തന്നെ പഠിക്കണം. പക്ഷെ സ്കൂളിൽ നമുക്ക് ഈ ഹൈജീനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കംപ്ലൈന്റ് ചെയ്യും. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്കൂളുകാർ ഒരിക്കലും കംപ്ലൈന്റ് ചെയ്യില്ല. അതാണ് മാറ്റം. അപ്പൊ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ സജിത പറയട്ടെ. പറഞ്ഞോളൂ. അതെ, ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് വീടും അതുപോലെ സ്കൂളും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ട്. കാരണം എന്റെ മോനെന്റെ വീട്ടിൽ തന്നെ എന്റെ മോന് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ അവന് എന്റെ ഫോൺ യൂസ് ചെയ്താണ് കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യണതും ക്ലിയർ ആവുന്നില്ലല്ലോ. അങ്ങനെ ചെയ്തത്. ക്ലിയർ ആവുന്നില്ലേ? ഇപ്പൊ ഹലോ, പറഞ്ഞോളൂ. ക്ലിയർ ആവുന്നില്ല? അപ്പൊ നമ്മൾ സ്കൂളിൽ നിന്ന് വിട്ടു വന്ന ഫോണാണ് യൂസ് ചെയ്യണത്. യൂസ് ചെയ്യുമ്പം അവര് കൂട്ടുകാർ കൂടി മോശപ്പെട്ട വാക്കുകളൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഞാനിതിങ്ങനെ കേട്ടു. അപ്പൊ വീട്ടിൽ ഞങ്ങൾ ആരും അങ്ങനത്തെ വേർഡുകൾ ഉപയോഗിക്കാറില്ല. പക്ഷെ മോൻ ഇങ്ങനെ യൂസ് ചെയ്തപ്പോ ഞാൻ ചോദിച്ചു, മോനെ ഇത് എവിടുന്ന കേട്ട, എന്താ അത് പറയണേ? അപ്പൊ അവൻ പറഞ്ഞ് സ്കൂളിൽ അവർ മത്സരിക്കുകയാണ്, ആരാണ് ഏറ്റവും കൂടുതൽ മോശം വേർഡുകൾ ഉപയോഗിക്കണേന്ന് മത്സരിക്കും കുഞ്ഞുങ്ങൾ തമ്മില്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള്. അപ്പൊ ഞാൻ പറഞ്ഞു, വന്നൊരു കാര്യം ചെയ്ത് ആ വേർഡ് ഉപയോഗിച്ച് നീ എന്നെ വിളിച്ചാൽ മതി, നീ അമ്മേന്ന് വിളിക്കണ്ട, ആ വേർഡ് ഉപയോഗിച്ച്. അത് മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, മോനെ ആ വേർഡ് ഉപയോഗിച്ച് അമ്മയെ വിളിക്കുക, എന്റെ അമ്മയെന്നുള്ള ആ വേർഡ് മാറ്റിയിട്ട് ഞാൻ വിളിച്ചോണ്ടിരുന്ന ആ വേർഡ് ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, അമ്മ അത് മോശം വാക്കല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചാൽ ആണോ, എനിക്കറിയില്ല, മോനാക്കെ വിളിച്ചപ്പോ എനിക്ക് നല്ല ഇത് തോന്നി, അപ്പൊ മോൻ എന്നെ അങ്ങനെ വിളിച്ചോ? അപ്പൊ പറഞ്ഞു, അമ്മ അത് മോശം വാക്കായി, ഇനി ഞാനത് വിളിക്കില്ല. അപ്പൊ നമുക്കൊരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വീട്ടിലും പ്രാധാന്യമുണ്ട്, സ്കൂളിലും പ്രാധാന്യമുണ്ട്. സ്കൂളിൽ ഒരു പാരന്റ്സ് മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ടീച്ചേഴ്സിന് പറയും A+ വേണം, എന്റെ കൊച്ചു നന്നായിട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് പറയാറുള്ളത്, A+ വേണമെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, പഠിപ്പിക്കണം. നമുക്ക് നമ്മുടെ ആഗ്രഹമാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് വേണമെന്ന്. പക്ഷെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പഠിപ്പിക്കണം. ഒരു മുതിർന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ, പ്രായത്തിൽ കവിഞ്ഞ ഒരാളെ കാണുമ്പോൾ സംസാരിക്കേണ്ടതും അവരോട് പെരുമാറേണ്ട രീതികൾ എങ്ങനെയാണ് സ്കൂളുകളിൽ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങൾക്ക് അത് അറിയില്ല. കുട്ടികൾ നമ്മളിപ്പോ വീട്ടിലാന്ന് പറഞ്ഞാലും നമ്മുടെ അപ്പനും അമ്മമാരുണ്ടെങ്കിൽ അവരോട് പിള്ളേർ തമാശയ്ക്ക് നമ്മള് എടാ പോടാ വാടാ എന്നൊക്കെ അങ്ങനെ ഉള്ള വേർഡുകൾ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളാ, നമ്മളത് കണ്ട് രസിക്കും, ചിരിക്കും. പക്ഷെ അത് മറ്റു സമൂഹത്തിലിറങ്ങി മറ്റൊരാളോട് അങ്ങനെ സംസാരിക്കുമ്പോൾ അത് അവര് പറയും ആ പാരന്റ്സ് വളർത്തേന്റെ കുഴപ്പമാണ്, അല്ലെ അവർക്ക് കറക്റ്റ് ടീച്ചിങ് ഇല്ലാത്തതിന്റെ കുഴപ്പം. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കണം. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങൾ എപ്പോഴും അവരാ കളിയിൽ ചിരിയിൽ അങ്ങനെ വേർഡുകൾ ഉപയോഗിക്കുമ്പോൾ അത് രസമായിരിക്കും. പക്ഷെ അപ്പൊ അങ്ങനെ എനിക്ക് കുറെ ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ അപ്പൂപ്പന്മാരെ അമ്മൂമ്മമാരെയൊക്കെ എടി പോടി എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ എല്ലാരും ചിരിക്കും. അപ്പൊ ഞാൻ പറയാം അങ്ങനെ പറയരുത്, കാരണം അപ്പൊ രസമാണ്. പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ അവരങ്ങനെ വിളിക്കും. വീടും സ്കൂളും ഒരുപോലെ, അതായത് സമൂഹം ഒരുപോലെ ബാധ്യസ്ഥരാണ് ഒരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് എന്നാണ് എന്റെ അഭിപ്രായം. അത്രയേ ഉള്ളൂ. പറയാൻ ആരില്ലേ? കഴിഞ്ഞോ? മേഡത്തിന് എന്താ പറയാനുള്ളത്? ടൈം ആയിട്ടില്ല, ടൈം ഉണ്ട് ഇനി. മാം, ഈ കുട്ടികൾ മറ്റു കുട്ടികളെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന്, മോശകാര്യത്തിന് വേണ്ടി മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ നോക്കി ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്തു, അത് അവന്റെ വീട്ടിൽ പോയി വിളിച്ചു. പക്ഷെ എത്രയോ കുട്ടികൾക്ക് മറ്റൊരു കുട്ടി പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. എത്ര നല്ല കാര്യങ്ങൾ സ്കൂളുകളിൽ നടക്കുന്നുണ്ടാവും. ഇതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നില്ലേ? ഈ ബാഡ് വേർഡിന്റെ കാര്യവും ഇതൊക്കെ ഏതെങ്കിലും ഒരു കുട്ടി കാരണം മറ്റുള്ള എല്ലാ കുട്ടികളും പറയുന്നു. അത് തിരുത്താൻ വേണ്ടി നമ്മൾ അച്ഛനമ്മമാരുണ്ട്, നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ സ്കൂളുകൾ വഴി നടക്കുന്നുണ്ട്, അത് വീടുകളിൽ നടക്കുന്നില്ല. പിന്നെ ടീച്ചേഴ്സിന് നല്ല ഉത്തരവാദിത്തം വേണം. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാൽ കുട്ടികളെ നല്ല ഒരു സ്വഭാവം പഠിപ്പിച്ചെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല അവര് വെറുതെ വരിക, ക്ലാസ് എടുത്ത് പോവുക അങ്ങനെ മാത്രമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നന്നായി വളരും തോന്നുന്നില്ല. ഇപ്പൊ നമ്മളൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ എന്നപോലെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെയും കണ്ട്
അവർക്ക് എന്താ പഠിക്കണ ലെസൺസ് മാത്രമല്ല, നല്ല ശീലങ്ങൾ എന്താ, നല്ല ഹൈജീന്റെ കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾക്ക് നല്ലൊരു ഉത്തരവാദിത്തോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കുട്ടീനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം ഒരു നല്ല ടീച്ചറാണെങ്കിൽ ആ കുട്ടിയുടെ ഭാവി നല്ല സുരക്ഷിത കൈകളിലെത്തും. ഒരു 70-80% അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ഓരോ ക്ലാസ്സിൽ ഇപ്പൊ ഒരു വിഷയം തന്നെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇവിടെ എൻ്റെ മക്കൾ പറയും, ഇന്നപോലെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ, ഇന്ന് മലയാളം ഉണ്ട്, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ ക്ലാസ് ഇഷ്ടമില്ലാത്തത് ആ ടീച്ചറിന്റെ പെരുമാറ്റമോ ബാക്കിയുള്ളത് കൊണ്ടായിരിക്കും. പല പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അപ്പം ഒരു ടീച്ചറിന്റെ പെരുമാറ്റവും ഒരു ടീച്ചറിന്റെ ഒരു കരുതലും ഒക്കെ ഒരു കുട്ടിക്ക് ഓരോ വിഷയത്തോട് നമുക്ക് താല്പര്യം ഉണ്ടാകാനും അതിന്റെ പഠനം മുമ്പോട്ട് പോകാനും ഓരോ ടീച്ചേഴ്സിന് ഉത്തരവാദിത്വമുണ്ട്. പിന്നെ പേരൻസും നന്നായിരിക്കണം കേട്ടോ. പേരൻസ് നന്നായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പേരൻസ് എല്ലാവരും നല്ലതാണ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പേരൻസിനും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മളെല്ലാവരും ചെയ്യണ കാര്യമാണ്, ചെയ്യരുതേ എന്ന് എല്ലായിടത്തും കേൾക്കും. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യും. ഒരു കുട്ടീനെ മറ്റൊരു കുട്ടിയായിട്ട് താരതമ്യം ചെയ്യുക, അവർക്ക് കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരു മാർക്കൊക്കെ കുറവുണ്ടാവുള്ളെങ്കിലും കണ്ടോ അവന് 40 മാർക്ക് കിട്ടി, അനക്ക് 38 ഉള്ളൂ, അങ്ങനെ പറയുമ്പോ ആ കുട്ടിക്ക് അത് ഒരിക്കലും ആ കുട്ടി നന്നാവാൻ പോണില്ല. പക്ഷെ ആ കുട്ടിക്ക് അതൊരു ഇതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ പറയണത് ഒരു കുട്ടികൾക്കും ഇഷ്ടമല്ല. അത് നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ കേൾക്കണതാണെങ്കിലും പല പേരൻസിനും അതൊരു ബോധമല്ല. ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത് പറയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ പറച്ചില്, ഈ താരതമ്യം ചെയ്യല്. അപ്പൊ അത് സത്യത്തിൽ അത് കുട്ടികൾക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയണത്. അതേ മറിച്ച് സാരല്ല, അടുത്തതിൽ നോക്കാം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാവും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പേരൻസിനായാലും ടീച്ചേഴ്സിനായാലും നമ്മളുടെ ബിഹേവിയർ ആണ് കുട്ടികളുടെ വളർച്ചയുടെ അടിസ്ഥാനം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ പേരൻസും പിന്നെ അവരവരുടെ വെച്ചാല് കുട്ടികളുടെ കാര്യത്തിൽ പൊസസീവാ. എല്ലാ പേരൻസും അവരവരുടെ കുട്ടികളുടെ കാര്യത്തിൽ. കാരണം മാർക്കിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും സമാധാനമില്ല. അയ്യോ ഇത്രയും മാർക്ക് പോരാ, എത്ര കിട്ടിയാലും കുട്ടികളെക്കാട്ടി ടെൻഷൻ മാതാപിതാക്കൾക്കാ. ഇപ്പൊ ഞാൻ പറയാം, എന്റെ മോള് ഈ വർഷം 10ാം ക്ലാസ്സിലോട്ടാ. എനിക്ക് വെക്കേഷൻ തൊട്ട് തുടങ്ങിയ ടെൻഷനാ. എനിക്കറിയത്തില്ല, എനിക്ക് ചുമ്മാ ഞാൻ കിടന്ന് ബഹളമാ. 10ാം ക്ലാസ്സിലെ ഈ രീതികൾ മാറ്റണം എന്ന് പറ. അവള് മൈൻഡ് പോലും ചെയ്യാറില്ല. നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ മാർക്കിന്റെ കാര്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം തൊട്ട് മുമ്പേ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടിയ മാർക്ക് മതി എന്ന് നമുക്ക് തൃപ്തിപ്പെടാൻ ഒരു പേരൻസും എനിക്ക് തോന്നുന്നു എത്രയോ ശതമാനങ്ങൾ കുറവാ അത്. അത് മോശം മാർക്കാണെങ്കിൽ മാത്രമാണ് അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ. വളരെ മോശം മാർക്കാണെങ്കിൽ, ഇപ്പൊ നമ്മൾ 1-2 മാർക്കിൽ ഒരു കുട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. വളരെ മോശമാണ്, ആ കുട്ടി ഒരു എക്സാമിന് ഫെയിൽ ആയെങ്കിൽ മാത്രമാണ് നമ്മൾ അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മത്സര ബുദ്ധിയോടെ കാണണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കുട്ടിയെന്ന് വെച്ചാല് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ആയിരിക്കും അവരുടെ ഡിസിപ്ലിൻ കൂടുതലായിട്ട് കഴിയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ എഴുന്നേറ്റ് വന്ന ഉടനെ ബെഡ്ഷീറ്റ് വിരിച്ചിടാൻ പറയുക, ഇതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുമോ? ഉണ്ട്, രാവിലെ മോണ്ടിസറിയിലുണ്ട്, മാറ്റ് വിരിച്ചിടുന്നുണ്ട്, മാറ്റൊക്കെ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. നമ്മളിത് സംവാദമാണ്. അപ്പൊ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ സംവാദിക്കണം നമ്മൾ അല്ലേ? അപ്പൊ ഞാൻ കിടന്നുറങ്ങുന്ന ബെഡ്ഷീറ്റ് മടക്കാൻ വരെയുള്ള പ്രാക്ടീസുകൾ മോണ്ടിസറിയിൽ കിട്ടുന്നുണ്ട്. ഡെയിലി റൊട്ടീനിൽ ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മുഴുവൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ സ്കൂളിലെ കാര്യങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾ പോലും ഒരു ബെഡ്ഷീറ്റും ഒരു മാറ്റും റോൾ ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടായിരിക്കില്ല. പക്ഷെ കുട്ടികൾ മോണ്ടിസറിക്ക് ശേഷം പ്രോപ്പർ ആയിട്ട് മാറ്റും നല്ല പോലെ ഫോൾഡ് ചെയ്യും, കർച്ചീഫും ഫോൾഡും ഒക്കെ ചെയ്യാനും അവർക്ക് പഠിക്കാൻ പറ്റും. ആ ശീലവും ഇപ്പൊ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അനുസരിച്ചിട്ട് പരിചയമില്ലാത്ത ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, അവരെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ചെറിയ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരെന്തെങ്കിലും ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തന്നാൽ നമ്മൾ അത് വാങ്ങരുതേ. അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതേപോലെ ഒരു കുട്ടീനെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പരിചയമില്ലാത്ത ഒരാൾ നമ്മൾ വിളിക്കാൻ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തൊക്കെ ചെയ്യണമെന്നും എല്ലാം അത് കുറച്ചറിയണ കുട്ടികളായാലും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു പ്രായം വന്നു കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ അവർ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം ഏതെന്നൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന ഒരു പ്രായം വന്നു കഴിഞ്ഞാൽ നമ്മളും പറഞ്ഞ് മനസ്സിലാക്കണം, അത് ടീച്ചേഴ്സും പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ ഒരേപോലെ പോകണം. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ നമ്മൾ ഡിബേറ്റിന് വേണ്ടി ഇത് പറയണമെങ്കിലും
സ്കൂളിൽ ഒന്നും പോവാണ്ട് ഒരു നല്ല രീതിയിൽ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട ഗൈഡൻസ് ഒക്കെ വീട്ടിൽ നിന്ന് മാത്രം കിട്ടി വന്ന ഒരാളുടെ കാര്യം എനിക്കറിയാം. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടി എന്താ അംഗൻവാടി ചേർക്കേണ്ട പ്രായത്തിൽ ആ കുട്ടിക്ക് വയ്യാണ്ട് വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അന്ന് തൊട്ട് ആ കുട്ടീനെ സ്കൂളിലൊന്നും വിടാൻ പാടില്ലോ. അവര് തിരുവനന്തപുരം RCCയിൽ അവിടെ വീടെടുത്ത് താമസിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അതിന്റെ ഇടയ്ക്കൊക്കെ ഇച്ചിരി കുറയണ സമയത്ത് ആ കുട്ടിയുടെ അമ്മ വീട്ടിലിരുന്ന് എല്ലാം പറഞ്ഞും കൊടുത്തു. വീക്കായിട്ടിരിക്കുന്ന സമയത്ത് പഠിപ്പിക്കും നല്ല, അല്ലാണ്ടുള്ള 4 വയസ്സും 5 വയസ്സൊക്കെ ആകുമ്പോൾ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന സമയം, ആ സമയത്തൊക്കെ വീട്ടിലിരുന്ന് മാത്രം അതിന്റെ അമ്മ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞും കൊടുത്തു. പെൺകുട്ടി അതുപോലെ തന്നെ പഠിപ്പിക്കുന്നതൊക്കെ പഠിച്ച് ഇപ്പൊ ആ കുട്ടി 5ലേക്ക് എത്തി. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അതിന്റെ ഫുൾ അസുഖവും മാറി എല്ലാ ഇതും കഴിഞ്ഞ് ഇനി ചെക്കപ്പിന് പോലും പോകണ്ടെന്നും പറഞ്ഞ് RCCന്ന് പറഞ്ഞു വിട്ടു. ഇപ്പോഴാണ് ആ കുട്ടീനെ കൂത്താട്ടോളം ഗവൺമെന്റ് സ്കൂളിൽ അവർ ചേർത്തേക്കണേ. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, അവർ ഗവൺമെന്റ് സ്കൂളിൽ വന്നിട്ട് ചേർത്തേക്കണം. പക്ഷെ ആ കുട്ടി എല്ലാ കാര്യങ്ങളിലും, കാരണം അതിന് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് ഒരു കുട്ടികളുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്കറിയാം പിള്ളേർ എങ്ങനെയാന്ന്. ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വിഷ് ചെയ്യണത്, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ഒരു അമ്മ ഒരു സ്ക്വാഷ് എടുക്കാൻ പോവാണെങ്കിൽ അത് ഞാൻ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് ഓടിപ്പോണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ അമ്മയിൽ നിന്ന് മാത്രം, അത് സ്കൂളിൽ പോയിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ അസുഖം. കാരണം സ്കൂളിലൊക്കെ വിട്ടോളാൻ ടീച്ചേഴ്സ് പറഞ്ഞാലും പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി പവർ പറയുമ്പോൾ വേറെ പിള്ളേർക്കുള്ള അസുഖങ്ങൾ ഇതിന് പിടിക്കും. അതുകൊണ്ട് ഇവര് എക്സാമിന്റെ സമയത്ത് മാത്രം കൊണ്ടുപോയി വേറെ റൂമിലിരുത്തി എക്സാം മാത്രം എഴുതിച്ച് കൊണ്ടുപോയതായിരുന്നു. പക്ഷെ ആ കുട്ടിയെ ഞാൻ നേരിട്ട് കാണാൻ നേരത്ത് സ്കൂളിൽ പോയത് കൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ വീട്ടിൽ അതിന്റെ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ച് ഒരാളോട് പെരുമാറേണ്ടത്, നമ്മൾ കയറി ചെല്ലുമ്പോൾ എണീക്കണം, ഇതൊക്കെ എല്ലാവരും ഇപ്പൊ പറയും നമ്മൾ സ്കൂളിൽ പോയാൽ മാത്രമേ ഇത് പഠിക്കുള്ളൂ. പക്ഷെ വീട്ടിൽ നിന്ന് മാത്രം പഠിച്ച കുറെ കാര്യങ്ങൾ ഞാൻ ആ കുട്ടിയിൽ കാണാൻ കഴിഞ്ഞു. അതൊരു പോസിറ്റീവായ ഒരു കാര്യമാണല്ലോ, സ്കൂളിൽ പോവാണ്ട് വീട്ടിലിരുന്ന്. ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതൊരു സത്യമാണ് ഇപ്പൊ നിത്യ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. കാരണം വേറെ ഒന്നിലേക്കും ആ കുട്ടിയുടെ അമ്മ തിരിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഒരു സ്കൂളിലേക്ക് പോലും വിടാതെ ആ കുട്ടീനെ ഇത്രയും നല്ലൊരു ഇതായിട്ട് വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം ആവും ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ടാവാന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്കൊക്കെ? കാരണം നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ആ കുട്ടിക്ക് ടീച്ചർ ഇല്ലാത്ത അവസ്ഥ വന്നിട്ടില്ല. ആ കുട്ടിയുടെ അമ്മ തന്നെയാണ് ആ കുട്ടിയുടെ ടീച്ചർ. ആ കുട്ടിക്ക് സ്കൂളില്ലാത്ത അവസ്ഥ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ടീച്ചർ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതെവിടുന്നാ കിട്ടിയത്? ഫാമിലിയിൽ നിന്നല്ലേ കിട്ടിയത്? അല്ല, ഞാൻ പറഞ്ഞതേ സ്കൂളിൽ പോകാണ്ടും സ്കൂളിൽ നിന്ന് നമ്മള് ഡിബേറ്റിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, സ്കൂളിൽ നിന്ന് മാത്രം കിട്ടുന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പോലും പോകാണ്ട് അതെല്ലാം വീട്ടിൽ നിന്ന് കിട്ടി. കാരണം അച്ഛനും അമ്മയും വേറെ ആരും അവരുടെ അടുത്തേക്ക് വരാനും കൂടി പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട് അച്ഛന്റെ അമ്മയുടെയും കൂടെ തിരുവനന്തപുരത്ത് ആ ഒരു വീട്ടില് 2 പേരെ മാത്രം കണ്ടുകൊണ്ട് അവരിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങളാണത്. സാഹചര്യമാണ് അങ്ങനെ ആക്കിയത് അവരെ. അപ്പൊ ആ കുട്ടി നന്നായി. ഇപ്പൊ മാറിയ തിരിഞ്ഞ അതല്ല, ഞാൻ സമാധാനം ആലോചിച്ചിട്ടാണ് പറയാറ്. സംവാദത്തിന് വിട്ടിട്ട് ഞാൻ ആ കുട്ടിയുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് പറഞ്ഞതാണ്. ആ കുട്ടിയുടെ പേരൻസിന്റെ ഒരു അവസ്ഥ പറഞ്ഞതാണ്, അല്ലാതെ സംവാദമല്ല പറഞ്ഞത്. അത് നമ്മള് ഇങ്ങനെ കേട്ടപ്പോ പറഞ്ഞു. കാരണം അവര് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് അവർ ഒത്തിരി ഇതായി നിന്നിട്ടാണ് ആ കുട്ടീനെ ഇപ്പൊ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. കാരണം അതുപോലെ അവർ കഷ്ടപ്പെട്ടു. 2 പേര് മാത്രം, വേറൊരാള് പുറത്തുനിന്ന് കാണാൻ വരില്ല. അവരവിടെ താമസിച്ച സമയത്തെ കാര്യം എന്നോട് പറഞ്ഞു. ഒരു പുറത്തുനിന്ന് ഒരു ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു ബിസ്ക്കറ്റാ കൊണ്ടുവന്നെങ്കിൽ അത് പൊട്ടിച്ച് അപ്പം തിന്നു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ അത് കഴിക്കാൻ പാടില്ല, അങ്ങനെ കഴിക്കാൻ കൊടുക്കാനേ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരപ്പോ ആ സാധനം പിന്നെ വേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്നും അങ്ങനെ ഒരു അവസ്ഥ ഇല്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ കാര്യങ്ങളിൽ എൻഗേജഡ് ആവാനും നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പറ്റുന്നില്ല. അവർ അങ്ങനെ എന്തെല്ലാം ഒഴിവാക്കിയിട്ടാവും ആ കുട്ടീനെ വളർത്തിയെടുത്തിട്ടുണ്ടാവുക. അതാണ് ഞാൻ പറഞ്ഞത്, സംവാദമല്ല പറഞ്ഞത്. അവരുടെ അവസ്ഥ കണ്ടപ്പോ 2 വാക്ക് പറഞ്ഞതാ. അല്ലല്ല, ഇവിടെ എന്താന്ന് വെച്ചാല് ഈ കുട്ടിക്ക് കിട്ടിയ എഡ്യൂക്കേഷനേക്കാളും കൂടുതൽ അതിന്റെ കുട്ടിയുടെ അമ്മയ്ക്ക് സ്കൂളിൽ നിന്ന് നല്ലപോലെ ഡിസിപ്ലിൻ കിട്ടിയിട്ടുണ്ടെന്ന് വേണേൽ പറയാം. ഒരു വിദ്യാഭ്യാസവും നല്ല സ്കൂളിൽ പോവാത്ത ഒരു അമ്മയ്ക്കും ഈ രീതിയിൽ കുട്ടീനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ആ രീതിയിൽ നിന്ന് ആ സ്കൂളിൽ നിന്ന് ആ കുട്ടിയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛന് അത് കിട്ടിയത് കൊണ്ടാണ് ഈ കുട്ടിയിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അതെ, അത് കറക്റ്റാണ്. നമ്മളുടെ ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവം നമ്മൾ എങ്ങനെ വാർത്തെടുക്കണം എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ. ആ ഒരു സ്വഭാവം നമുക്ക് രൂപീകരിക്കപ്പെടുന്നത്
നമ്മളെ സ്കൂളിൽ നിന്ന് തന്നെയാണ്. നമ്മൾ സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടം, അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ച വ്യക്തികളാണ്. അത് നമ്മൾ ഓരോ ഇതിലും നമ്മൾ LP സ്കൂളിലാവുമ്പോൾ ആ ഒരു ഇത് നമുക്ക് കിട്ടും. പിന്നെ UP ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു ഇത് വരും. അങ്ങനെ നമ്മൾ ഓരോ ക്ലാസ് ഇങ്ങനെ കഴിയുന്തോറും നമുക്ക് അതിൻ്റെ ഇതിങ്ങനെ ഇതായിട്ട് വരും. നമുക്ക് അങ്ങനെ ഒരു സ്കൂൾ കാലഘട്ടം, അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. അത് ഏത് കാര്യത്തിലായാലും. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ 90s കിഡ് നമ്മളെ ആലോചിച്ച് നോക്കൂ. നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയതിൽ കൂടുതൽ ഡിസിപ്ലിൻ ആണ് നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ഇടപെട്ട രീതി, അവർ നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള രീതി, അതൊക്കെയാണ് നമ്മൾ ഇന്ന് വീണ്ടും മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കൂളുകൾ ഈ കാര്യത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അതൊരിക്കലും നമുക്ക് കുറച്ച് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു 3.5 വയസ്സ് തൊട്ട് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടിയും അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് കിട്ടുന്നതാണ് അവന്റെ ലൈഫില് മുഴുവനായിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് വീടുകളിൽ നിന്ന് കുറവാണ്, സ്കൂളുകളിൽ നിന്നാണ് കൂടുതൽ. അതെ, അതന്നെയാണ് എനിക്കും പറയാൻ. കഴിഞ്ഞോ? രാജിവെച്ചവര് ആരെങ്കിലും എന്തെങ്കിലും എഗനിസ്റ്റ് ആയിട്ട് പറയൂ, അതല്ലേ രസം. തോറ്റുപോയി തോന്നുന്നുണ്ട്. ഹലോ, ആരുല്ലേ? സ്കൂളിൽ എന്തോ ഹലോ ഉണ്ട് പോയിട്ടില്ല, നെറ്റ് പോകുന്നുണ്ട് ഇവിടെ. അത് ചിലപ്പോ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചിലപ്പോ മാഡം, മുതിർന്ന അത് നല്ലൊരു കുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ സംഭവമാണ്. നിന്ന് പഠിക്കും. ഞാൻ വീട്ടിലത്തെ കാര്യം ഞാൻ ഉറച്ചു പറയാനുള്ളത്. കാരണം ക്ലിയർ ആവുന്നില്ലല്ലോ മോളെ. നെറ്റ് ക്ലിയർ ആവുന്നില്ല, നെറ്റ് കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ വിജയിച്ചിരിക്കുന്നത് ആരാ? ഏത് ടീമാണ്? ആരാ നമ്മുടെ ക്ലാസ്സിൽ വിജയിച്ചത്? ഏത് ടീമാ? പറയാറായിട്ടില്ല. 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 അമ്പിളി എന്താ പറയണ്ടായിരുന്നല്ലോ സ്കൂളില്? മനസ്സിലായില്ല. നേരത്തെ അമ്പിളി പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടായില്ല, സ്കൂളിലത്തെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാനെല്ലാം പറഞ്ഞു. അല്ല, എനിക്ക് ക്ലിയർ ആയില്ല. എനിക്ക് ഇവിടെ റേഞ്ച് പ്രശ്നമുണ്ട്. നേരത്തെ എന്താ പറഞ്ഞത്? ക്ലിയർ ആയില്ല മുന്താസിന്. നേരത്തെ എന്താ പറഞ്ഞത്? നേരത്തെ എന്താ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഓൺ ദ സ്പോട്ടിൽ പറയണതല്ലേ. എന്തായാലും ഞാൻ പറയണത് സ്കൂളിനെക്കാട്ടി നല്ല ഇതായിട്ട് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ട് അവരനുസരിച്ച്. ഇപ്പൊ എന്റെ മക്കളാണെങ്കിൽ ഇപ്പൊ ബാംഗ്ലൂരാണ് മോൻ. അവന്റെ ഒരു വെച്ചാല് നമ്മള് വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിടുന്നത് ആണ് അവിടെയും പെരുമാറുന്നത്. കാരണം വെച്ചാല് ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവും, നല്ലതുണ്ടാവും. അതൊക്കെ നമ്മൾ കുറെയൊക്കെ പറഞ്ഞു. ഇപ്പൊ സ്കൂളിലെ ടീച്ചർമാർക്ക് എത്രയോന്ന് വെച്ചിട്ട് എത്രയോ കുട്ടികളുണ്ടാവും ഒരു ക്ലാസ്സിൽ. ചിലപ്പോ ഒരു 40-45 കുട്ടികളുണ്ട്. ഈ 45 കുട്ടികളെ ടീച്ചർമാർക്ക് നന്നാക്കാൻ പറ്റുമോ? അതിന് മറുപടി പറയും. എങ്ങനെ? അത് തോന്നല. 45 കുട്ടികളും നന്നാക്കാനൊന്നും ടീച്ചർമാർക്ക് പറ്റുമൊന്നുമില്ല. മുംതാസിന്റെ മകൻ എത്ര വയസ്സായി? ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുടെ സ്വഭാവം നിർണ്ണയിക്കാനാണോ സ്കൂളുകള്? അതിനെന്തിനാണ് സ്കൂളുകള്? അതൊരു യുവാവാണ്. നമ്മൾ കുട്ടികളുടെ ഡിസിപ്ലിൻ ആണ്, അത് സ്കൂളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക. വീടുകൾ ഇപ്പൊ നമ്മളൊരു വിദ്യാഭ്യാസം കിട്ടാതെ നമ്മള് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സമ്മതിക്കാൻ പറ്റുമോ? നമുക്കിങ്ങനെ മറുപടി പറയാൻ, നമുക്ക് ആൻസർ പറയാൻ പറ്റുമോ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ? നമ്മള് വിദ്യാഭ്യാസം നമുക്ക് സ്കൂളിൽ പോകുകൊണ്ട് നമ്മള് കുറെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. നമ്മൾ വീട്ടിൽ അത് എല്ലാം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രിൻസിപ്പൾ, ഹൈജീൻ, നമ്മള് എല്ലാം നമ്മൾ ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ സംസാരിക്കണത്. അപ്പൊ അതിന് നമ്മൾ സ്കൂളിൽ പോവാതെ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല. നമ്മൾ എന്തായി തീരുന്നു? ഓക്കെ മാഡം, പറഞ്ഞോളൂ മാഡം. ഓക്കെ, എന്തിനാണ് നമ്മുടെ സംവാദം വെച്ചത്?
എന്തിനു വേണ്ടിയിട്ടാണ്? മേഡം പറയും. ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു വിഷയം തന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും, പക്ഷെ നമ്മൾ എന്ത് പഠിക്കുന്നത്, എന്ത് കോഴ്സാ പഠിക്കണേ? മോണ്ടിസറി. മോണ്ടിസോറി. ഇപ്പൊ നമ്മുടെ ഏറ്റവും ഇതായിട്ട് അല്ലെ അച്ചായിട്ട് പറയേണ്ടത് ഇതിനെ കുറിച്ചാണ്, സ്കൂളിനെ കുറിച്ചായിരിക്കണം. ഇതായോ? എന്റെ അഭിപ്രായത്തിൽ സ്കൂളിൽ നിന്നാണ് കുട്ടികൾക്ക് ഡിസിപ്ലിൻ കിട്ടുന്നത്. ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ടീച്ചേഴ്സ് ആവാമല്ലേ. ഓക്കെ, അപ്പോ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഭൂരിഭാഗം കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് സ്കൂളുകളിലാണ്. അവിടെ നിന്നാണ് അവര് പഠിച്ച് വളരുന്നത് അല്ലെ. എന്റെ അഭിപ്രായമാണ്. ഓക്കെ, അപ്പൊ മിസ് വെറുതെ എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തോരം ഒരു വിഷയം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോരം അതിൽ നിന്ന് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്ടിവിറ്റി തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വിഷയങ്ങൾ പറഞ്ഞു തന്ന് അതിനെ കുറിച്ച് സംസാരിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ സംവാദം? വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഓഫീസിലാണെങ്കിലും നമ്മളെ ഗ്രൂപ്പില് അടിപിടിയൊന്നും വേണ്ട, ജസ്റ്റ് സംവാദം മാത്രമായിരുന്നു ഇത്. അയ്യേ അടിപിടിയോ? ഓക്കെ, ആഴ്ചയിൽ ഒരു സംവാദമൊക്കെ നല്ലതാണല്ലേ? ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാന് പുത്തഞ്ചിറ CDSന്റെ ഓഫീസിൽ. ഇല്ല ഉണ്ട് CDSന്റെ ഓഫീസിൽ. ഞാൻ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സൈൻ ഔട്ട് ഇല്ലേ? ചിലപ്പോ മിസ് തന്നെ ആയിരിക്കും കേട്ടോ. ചിലപ്പോ പുതിയ ചാപ്റ്റർ എടുക്കാണ്, ചിലപ്പോ നാളെ ചെയ്യുവാണെന്ന് പറയുന്നുണ്ട്, അറിയില്ല. നാളെ മിസ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.